ഇന്നത്തെ എപ്പിസോഡിൽ നന്ദുവിനുള്ള ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നയന. ആ സമയത്ത് നന്ദു വന്നിട്ട് പറയും, എന്തിനാ ചേച്ചി ഇതൊക്കെ ചെയ്യാൻ നിൽക്കണേ, നമുക്കിത് പുറത്ത് കൊടുത്ത് ചീക്കായിരുന്നില്ലേ പറയും. അപ്പം നയന പറയും, പണ്ട് നമ്മുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ ഒറ്റയ്ക്കല്ലേ ചെയ്തിരുന്നത്, അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് അതൊക്കെ വെച്ച് തന്നെ ചെയ്യാമെന്ന് പറയും കേട്ടോ. ആ സമയത്ത് നവ്യ കയറി വരികയാണ്. എന്നിട്ട് നവ്യ പറയും, നീ എത്രയും പെട്ടെന്ന് പോലീസായിട്ട് വേണം എനിക്ക് രണ്ടാൾക്കാരെ ഒന്ന് പെരുമാറാൻ. ഒന്ന് നമ്മുടെ അച്ഛൻ പൈസ വാങ്ങിയിരുന്ന പലിശക്കാരൻ, അയാൾ അച്ഛൻ എത്ര ദ്രോഹിച്ചിട്ടുണ്ട്, അയാളതാക്കണം. രണ്ടാമത് എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോൾ തന്നെ നവ്യ പറയും, രണ്ടാമത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലായി, ചേച്ചിയുടെ അമ്മായിമേനല്ലേ പറയുമ്പോൾ കറക്റ്റ് അവർക്കൊട്ടിട്ട് ഒരു പണി കൊടുക്കണം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നന്ദു പറയും, എന്തായാലും നമ്മുടെ മുന്നിൽ തെളിയിക്കാത്ത കുറച്ച് കാര്യങ്ങൾ എടുക്കണില്ലേ. ഒന്ന് അനാമികയുടെ മാല ഭക്ഷണം പോയത്, അതിപ്പോഴും നമ്മുടെ അച്ഛനും അമ്മയാണ് എടുത്തതെന്നാണ് അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞ് നടക്കുന്നത്. അതിലൊക്കെ ഞാനൊരു തീരുമാനമാക്കും എന്നൊക്കെ തന്നെ പറയും കേട്ടോ. അതിനുശേഷം നമ്മുടെ നായനെയാണെങ്കിൽ ആദർശിൻ്റെ വിളിയൊന്നും കാണാണ്ട് തിരിച്ച് വിളിച്ച് നോക്കുകയാണ്. അവളാണെങ്കിൽ ആദർശ് കട്ട് ചെയ്യും കേട്ടോ. അതിനുശേഷം മെസ്സേജ് അയച്ച് നോക്കുമ്പോൾ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നായനെ വേഗം തന്നെ അമ്മേനെ വിളിച്ചിട്ട് ചോദിക്കും, അമ്മ എന്താ ആദർശേട്ടനെ പറ്റി, ആദർശേട്ടൻ ഇതുവരെ എന്നൊന്നും വിളിച്ചില്ല, ഞാൻ വിളിച്ചപ്പോൾ അതിനൊന്നും മറുപടിയും തരുന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പം ദേവയാനി പറയും, അയ്യോ മോളെ എനിക്കും അറിയില്ല എന്താ കാര്യം എന്നുള്ളത്, അതിനെന്തൊക്കെയോ പ്രശ്നമുണ്ട്, പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും കേട്ടോ. എന്നിട്ട് നേരെ ആദർശിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ആദർശനോട് ചോദിക്കും, നിനക്ക് എന്താ പറ്റി, അത് നിൻ്റെ ഭാര്യയോട് മര്യാദയ്ക്ക് പറഞ്ഞോ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുതെന്ന്, നീ മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്തിനാ എൻ്റെ ഫോണിലേക്ക് വിളിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ആദർശ് പറയും, അപ്പോൾ അമ്മയ്ക്ക് എടുക്കാതിരിക്കുന്നില്ല, അമ്മ എന്തിനാ ഫോൺ എടുത്തത് ചോദിക്കും. അപ്പോൾ അത് പിന്നെ അവളുടെ നമ്പറൊന്നും ഞാൻ സേവ് ചെയ്തിട്ടില്ല, അപ്പോൾ ഒരു കോൾ വന്നപ്പോൾ ഞാൻ എടുത്തു, അവളാണെന്നൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല ഞാൻ എടുത്തതെന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയും, എനിക്ക് അമ്മയല്ല എപ്പോഴും പറയാറ്, അവൾ പോയി നിൽക്കുമ്പോൾ എനിക്ക് ഉറക്കമില്ല അതില്ല ഇതില്ല, ഇനി അങ്ങനെയൊന്നും ആരോടും പറയുന്നതെന്ന് നടക്കണ്ട, എനിക്കൊരു സമാധാനക്കുറവില്ല എന്നൊക്കെയാണ് പറയട്ടോ. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനാവും, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണേന്നുള്ളത്. അതിനുശേഷം ദേവയാനി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ആദർശ് മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ദേവയാനി ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് ആദർശ മുഖം മാറ്റും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.